Once again, welcome back to Virtual Teaching. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസിലെ 4th മൊഡ്യൂളാണ് ഓഡിറ്റ് ഓഫ് ലിമിറ്റഡ് കമ്പനീസ്. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹൂ ഇസ് എൻ കമ്പനി ഓഡിറ്റർ. Every company, whether public or private, must appoint an auditor or auditors to audit its account. ഇപ്പോൾ ഏത് കമ്പനി ആയിക്കോട്ടെ, പബ്ലിക് കമ്പനിയോ പ്രൈവറ്റ് കമ്പനിയോ ഉറപ്പായിട്ടും അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓഡിറ്ററിനെയോ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനെയോ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ആരാണോ കമ്പനിയുടെ അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റ് ചെയ്യുന്നത് ആ ഒരു പേഴ്സണെ വിളിക്കുന്ന പേരാണ് കമ്പനി ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കമ്പനി ഓഡിറ്റർ എന്നത് ഒരു പ്രൊഫഷണൽ മാൻ ആയിരിക്കും. അദ്ദേഹത്തിന് നമ്മുടെ അക്കൗണ്ടിങ്ങിലെ എല്ലാ കാര്യങ്ങളെയും പറ്റി സ്പെഷ്യലൈസ്ഡ് നോളജും എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു പേഴ്സണെ വിളിക്കുന്ന പേരാണ് കമ്പനി ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻസ് നീഡഡ് ഫോർ എ കമ്പനി ഓഡിറ്റർ. ഒരു കമ്പനി ഓഡിറ്ററിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തെല്ലാമാണെന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 മെയിൻ ക്വാളിഫിക്കേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെയാണ് ഓഡിറ്റർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. രണ്ടാമത്തത് അതൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഒരു വ്യക്തി ഒരു പേഴ്സൺ CA പാസ്സായിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഒരു കമ്പനിയിലെ എംപ്ലോയി ആയിട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് അല്ല, ആ ഒരു കമ്പനിയിലെ എംപ്ലോയി മാത്രമാണ്. പക്ഷേ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ അവർ ഒന്നിൽ കൂടുതൽ കമ്പനികളിലെ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്ത് ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അവർ ഒരു കമ്പനിയുടെ മാത്രമായിട്ട് മാറിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. മൂന്നാമത്തെയാണ്, ഇപ്പോൾ ഒരു പേഴ്സണ് റെസ്ട്രിക്റ്റഡ് ഓഡിറ്റർ സർട്ടിഫിക്കറ്റ് റൂളിന് കീഴിൽ 1956 കീഴിൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, കമ്പനി ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി 4th വണ്ണാണ് എ ഫോം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒന്നിച്ചു കൂടി ഉണ്ടാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫേം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫേമിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ഫേമിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പാർട്ട്നേഴ്സും പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. ഇതെല്ലാമാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഓഫ് എ കമ്പനി ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ കമ്പനി ഓഡിറ്റർ. ഇനി എന്തെല്ലാം കാരണം കൊണ്ടായിരിക്കും ഒരു കമ്പനി ഓഡിറ്റർ ഡിസ്ക്വാളിഫൈഡ് ആവുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓഡിറ്റർ ആവാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒന്നാമത്, ഇഫ് ഹീസ് എ ബോഡി കോർപ്പറേറ്റ്. ഒരു ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനി ഓഡിറ്റർ ആവാൻ സാധിക്കില്ല. ഇപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയിലെ ഓഫീസറോ എംപ്ലോയോ ആണ് ആ വ്യക്തിയെങ്കിൽ ആ പേഴ്സണ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കമ്പനി സ്വന്തം കമ്പനി നമുക്ക് ഒരിക്കലും ഓഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓഫീസറിനോ എംപ്ലോയിക്കോ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഫുൾ ടൈം എംപ്ലോയി ആണെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു കമ്പനിയിൽ വന്ന് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. 4ാമത്തെ പോയിന്റ് ആണ്, നമ്മുടെ കമ്പനി ആ ഒരു കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയിലെ എംപ്ലോയിയോ അല്ലെങ്കിൽ ഓഫീസറിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിയുടെ വേറെ ഏതെങ്കിലും എംപ്ലോയീസോ ആണ് വന്നിരിക്കുമെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ വന്നിരിക്കുമെങ്കിൽ അതും സമ്മതിക്കുന്നതല്ല. അപ്പോൾ നോക്കാം, ആൻ എംപ്ലോയി ഓർ പാർട്ണർ ഓഫ് എൻ ഓഫീസർ. ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓഫീസറിൻ്റെ എംപ്ലോയിയോ പാർട്ണറോ ആണെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയി ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നെക്സ്റ്റ് പോയിന്റ് ആണ്, കമ്പനിയായിട്ട് ഒരു പേഴ്സണ് 5 ലക്ഷത്തിൻ്റെ ഇൻഡെപ്റ്റ്നെസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നെക്സ്റ്റ് ആണ്, ഇപ്പോൾ ആ ഒരു പേഴ്സണ് നമ്മുടെ കമ്പനിയായിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റിയോ ഇൻട്രസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സംതിങ് ലൈക്ക് സബ്സിഡറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി, അസോസിയേറ്റ് ഓഫ് സബ്സിഡറീസ്, അങ്ങനെ എന്തായിക്കോട്ടെ അങ്ങനെയുള്ള വ്യക്തിക്കോ കണക്ഷനുള്ള ആൾക്കാർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കമ്പനി വന്ന് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ലാസ്റ്റ് പോയിന്റ് ആണ്, ഓഡിറ്റർ ഇപ്പോൾ കറൻലി ആയിട്ട് 20 കമ്പനീസ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് ഇനി അതിനെ കൂടുതൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ് എ ടൈം ഓൺലി 20 കമ്പനീസ് മാത്രമേ ഓഡിറ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൊണ്ടായിരിക്കും ആ ഒരു വ്യക്തിയെ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ കമ്പനി ഓഡിറ്റർ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ അപ്പോയിൻമെന്റ് ഓഫ് ആൻ ഓഡിറ്റർ. അപ്പോൾ ഒരു ഓഡിറ്ററിനെ അപ്പോയിൻമെന്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന പ്രൊവിഷൻസ് അല്ലെങ്കിൽ ലോ കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇതിനെ 8 സെക്ഷൻ അല്ലെങ്കിൽ 8 അപ്പോയിൻമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെയാണ് ഫസ്റ്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഡിറ്റർ ഇൻ ദ കേസ് ഓഫ് നോൺ ഗവൺമെന്റ് കമ്പനീസ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതും ആ ഒരു ന്യൂലി സ്റ്റാർട്ട് ചെയ്ത കമ്പനിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ 1 മന്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിരിക്കണം എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്
നമ്മുടെ ആ ഒരു കമ്പനിയുടെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് അവസാനിക്കുന്നത് വരെ ആ ഒരു ഓഫീസിനെ ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ എന്ത് ഫസ്റ്റ് ഓഡിറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ആണ് സബ്സിക്വന്റ് ഓഡിറ്റർ ഓഫ് എ നോൺ ഗവൺമെന്റ് കമ്പനി. അപ്പോൾ ഫസ്റ്റ് ഓഡിറ്റർ വന്നു കഴിഞ്ഞു. ഇനി സബ്സിക്വന്റ് ഓഡിറ്ററിനെ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗിലായിരിക്കും ഷെയർ ഹോൾഡേഴ്സ് ആ ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓഡിറ്ററിനും ആ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്ന വരെ ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള ഫുൾ റൈറ്റ് ഉണ്ട്. തേർഡ് പോയിന്റ് ആണ്, ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു അപ്പോയിൻമെന്റ് നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനി എന്തെങ്കിലും അപ്പോയിൻമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അപ്പോയിൻമെന്റ് കാര്യങ്ങൾ കമ്പനിയിലെ മെമ്പേഴ്സിനോട് അറിയിക്കണം അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. അത് അറിയിച്ചിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി 15 ഡേയ്സിനുള്ളിൽ ഈ അപ്പോയിൻമെന്റ് കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഓഡിറ്റേഴ്സിലേക്കും അറിയിച്ചിരിക്കണം. അടുത്തതാണ് ഈ ഒരു അപ്പോയിൻമെന്റ് കാര്യം അപ്പോയിൻമെന്റ് കഴിഞ്ഞ് 15 ഡേയ്സിനുള്ളിൽ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ രജിസ്ട്രാറിനടുത്ത് ഈ സംഭവം ഫയൽ ചെയ്തിരിക്കണം. ഈ ഒരു കാര്യം നോട്ടീസ് അയച്ച് ഫയൽ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് സബ്സിക്വന്റ് ഓഡിറ്റർ ഓഫ് എ നോൺ ഗവൺമെന്റ് കമ്പനിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഡിറ്ററിന്റെയും സബ്സിക്വന്റ് ഓഡിറ്ററിന്റെ കേസും പറഞ്ഞു കഴിഞ്ഞു. ഇനി തേർഡ് വണ്ണാണ് റീ അപ്പോയിൻമെന്റ് ഓഫ് റിട്ടയറിംഗ് ഓഡിറ്റർ. റിട്ടയറിംഗ് ഓഡിറ്ററിന്റെ റീ അപ്പോയിൻമെന്റ്. അപ്പോൾ ഏതൊക്കെ കേസിലായിരിക്കും ഒരു റിട്ടയറിംഗ് ഓഡിറ്റർ നമുക്ക് റീ അപ്പോയിൻമെന്റ് ചെയ്യാൻ സാധിക്കുക? only if ഒന്നാമത്തെ പോയിന്റ് he is not disqualified for reappointment. അദ്ദേഹത്തിന് റീ അപ്പോയിൻമെന്റ് ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല, ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തത് അദ്ദേഹം സ്വയം തന്നെ ഒരു റിട്ടേൺ ആയിട്ട് എഴുതാണ് ഞാൻ വില്ലിംഗ് അല്ല എന്ന് പറഞ്ഞ് നോട്ടീസ് ഒന്നും കമ്പനി കൊടുക്കാൻ പാടില്ല. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിനെ നിർബന്ധിച്ച് ഓഡിറ്റർ ആക്കാൻ സാധിക്കില്ല. മൂന്നാമത്തത് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ് ചെയ്തിട്ടില്ല. നമ്മുടെ മീറ്റിംഗിൽ ഇങ്ങനെ വേറെ അനദർ പേഴ്സൺ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു റിട്ടയറിംഗ് ഓഡിറ്ററിനെ നമുക്ക് റീ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. ഇനി നാലാമത്തെയാണ് അപ്പോയിൻമെന്റ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇൻ കേസ് ഓഡിറ്ററിനെ ഒരു അപ്പോയിൻമെന്റ് വരിയോ അല്ലെങ്കിൽ റീ അപ്പോയിൻമെന്റ് വരിയോ ഒന്നും നമുക്ക് കിട്ടിയില്ല, നമ്മുടെ കമ്പനിക്കോ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യം നമുക്കൊരു ഓഡിറ്ററിന് കിട്ടിയിട്ടില്ല എന്നൊരു കാര്യം സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കുക. സെൻട്രൽ ഗവൺമെന്റ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഓഡിറ്ററിനെ തരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് വേക്കൻസി ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതാണ് അപ്പോയിൻമെന്റ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ഇനി അഞ്ചാമത്തെയാണ് അപ്പോയിൻമെന്റ് എഗെയിൻസ്റ്റ് ക്യാഷ്വൽ വേക്കൻസി ഓഫ് ഓഡിറ്റർ. ഇനി നമ്മുടെ ഓഡിറ്റേഴ്സിന് ക്യാഷ്വൽ വേക്കൻസി വരികയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് അത് അപ്പോയിൻമെന്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ ആണ് എനി ക്യാഷ്വൽ വേക്കൻസി ഇൻ ദ ഓഫീസ് ഓഫ് ദ ഓഡിറ്റർ ബൈ വേ ഓഫ് റെസിഗ്നേഷൻ can be filled by the board of directors within 30 days. However, the appointment shall be approved by the shareholder within 3 months. അപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഓഡിറ്ററിന്റെ ഓഫീസിൽ ഏതെങ്കിലും ഒരു ക്യാഷ്വൽ വേക്കൻസി വരികയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തന്നെ അവിടെ എന്ത് ചെയ്യാം? വേറൊരു വ്യക്തിയെ കൊണ്ടുവന്ന് അത് ഫില്ല് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് 30 ഡേയ്സിന് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 3 മന്ത്സിനുള്ളിൽ തന്നെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും അത് അപ്രൂവ് ചെയ്തിരിക്കണം. ആണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് എനി ക്യാഷ്വൽ വേക്കൻസി ഇൻ ദ ഓഫീസ് ഓഫ് ദ ഓഡിറ്റർ അതർ ദാൻ ബൈ വേ ഓഫ് റെസിഗ്നേഷൻ ക്യാൻ ബി ഫിൽഡ് ബൈ ദ ബോർഡ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 ഡേയ്സ് ഓഫ് ക്യാഷ്വൽ വേക്കൻസി. ഫസ്റ്റ് പോയിന്റ് വന്നത് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകേണ്ടതാണ്. എന്നാൽ രണ്ടാമത്തത് റിസൈൻ ചെയ്ത് പോകണമല്ല, വേറെ ഏതെങ്കിലും പ്രശ്നം കൊണ്ടാണ് പോകുന്നതെങ്കിൽ അതെന്തിരിക്കണം? ആ ഒരു സ്പേസും ബോർഡ് ഡയറക്ടേഴ്സ് 30 ഡേയ്സിനുള്ളിൽ തന്നെ ഫില്ല് ചെയ്തിരിക്കണം. The auditor appointed in a casual vacancy can hold office until the conclusion of the next annual general meeting. അങ്ങനെ ഏതെങ്കിലും ഒരു ഓഡിറ്റർ നമ്മൾ കാഷ്വൽ വേക്കൻസിയിലേക്ക് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് തീരുന്നത് വരെ ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവുന്നതാണ്. അതാണ് അപ്പോയിൻമെന്റ് എഗെയിൻസ്റ്റ് എ കാഷ്വൽ വേക്കൻസി ഓഫ് ഓഡിറ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ ഫോർ ഗവൺമെന്റ് കമ്പനീസ്. ഇനി ഗവൺമെന്റ് കമ്പനീസിന് വേണ്ടി നമ്മൾ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നെങ്കിൽ അതിനു മുമ്പ് എന്താണ് ഗവൺമെന്റ് കമ്പനി എന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇസ് ഹെൽഡ് ബൈ. ഒരു കമ്പനിയിൽ നോട്ട് ലെസ് ദാൻ 51% കുറവ് അല്ലാതെ ഒരു പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ പാർട്ട്ലി ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റോ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയെങ്കിലും ആ ഒരു കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി വിളിക്കുന്ന പേരാണ് ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അവരുടെ കേസിൽ എങ്ങനെയാണ് നമ്മളൊരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. First one, in the case of government company, the first auditor shall be appointed by the comptroller and the auditor general of India within 60 days of the registration of the company.
കമ്പനി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ തന്നെ കൺട്രോളറും അതുപോലെ തന്നെ ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയും കൂടി ഒരു ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിരിക്കണം. The controller and the auditor general feels the first auditor shall be appointed by the board of directors within next 30 days. ഫസ്റ്റ് 60 ദിവസത്തിനുള്ളിൽ ഒരു ഓഡിറ്ററിനെ നമ്മുടെ കൺട്രോളറിനും ഓഡിറ്റർ ജനറലിനും കിട്ടിയില്ലെങ്കിൽ അത് ആര് ഫില്ല് ചെയ്യുന്നതായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നെക്സ്റ്റ് 30 ഡേയ്സിനുള്ളിൽ ഫില്ല് ചെയ്തിരിക്കണം. Next, in case board of directors fail, members shall appoint first auditor within 60 days at an extraordinary general meeting. In case board of directors-നും അത് സാധിച്ചില്ലെങ്കിൽ ആ ഒരു കമ്പനിയിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യാം? ഫസ്റ്റ് നെക്സ്റ്റ് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. The first auditor shall hold the office till the conclusion of first annual general meeting. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കൺക്ലൂഡ് ആവുന്ന വരെ ആ ഒരു ഫസ്റ്റ് ഓഡിറ്ററിന് ആ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ ഫോർ ഗവൺമെന്റ് കമ്പനീസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് റീ അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ ഫോർ ഗവൺമെന്റ് കമ്പനീസ്. ഇനി ഓഡിറ്റേഴ്സിന്റെ റീ അപ്പോയിൻമെന്റ് ഗവൺമെന്റ് കമ്പനീസിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. The controller and the auditor general of India shall appoint a duly qualified person as auditor of the government company within a period of 180 days from the commencement of the financial statement year. അപ്പോൾ എന്താണ്? കൺട്രോളറും അതുപോലെ തന്നെ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയും എന്ത് ചെയ്യുന്നു? ഒരു ഡ്യൂലി ക്വാളിഫൈഡ് ഉള്ള പേഴ്സണെ നമ്മുടെ ഗവൺമെന്റ് കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും ഓഡിറ്ററായിട്ട് വിത്തിൻ എ പീരീഡ് ഓഫ് 180 ഡേയ്സ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കമൻസ് ചെയ്തിട്ട് 180 ഡേയ്സ് ആവുന്ന ടൈം പീരീഡിലായിരിക്കും. ആ ഒരു ടൈം പീരീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്ററിനെ സെറ്റ് ചെയ്തിരിക്കണം. ഹി ഷാൽ ഹോൾഡ് ഓഫീസ് ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് വൈൻഡ് അപ്പ് ആവുന്ന വരെ ആ ഒരു ഓഫീസ് കൺട്രോൾ ചെയ്യാനായിട്ടും ആ ഒരു ഡ്യൂലി ക്വാളിഫൈഡ് പേഴ്സണെ ഉണ്ടാവുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് വൺ ആണ് appointment by special resolution. In the case of a company in which not less than 25% of subscribed share capital is held with a singly or in combination of certain special institutions and bodies, the appointment or reappointment of auditors shall be made at each annual general meeting or by a special resolution. ഇപ്പോൾ in the case നമ്മുടെ കമ്പനിയിൽ not less than 25% ഷെയറും ഹെൽഡ് ചെയ്തിരിക്കുന്നത് സിംഗിളി അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ട് പല സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ, ഈ സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഗവൺമെന്റ് കമ്പനീസോ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ നാഷണലൈസ്ഡ് ബാങ്ക്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ ആ ഒരു കമ്പനിയിലെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം. അതാണ് അപ്പോയിൻമെന്റ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ദ റെമ്യൂണറേഷൻ ഗിവൺ ഫോർ ആൻ ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ റെമ്യൂണറേഷൻ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ പോയിന്റ് ആണ്, ഇഫ് ആൻ ഓഡിറ്റർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടർ ഇറ്റ് ഇസ് ദ ബോർഡ് വിച്ച് ഫിക്സസ് ഇറ്റ്സ് റെമ്യൂണറേഷൻ. ഇപ്പോൾ ആ ഒരു ഓഡിറ്ററിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളതെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുക. രണ്ടാമത്, ഇഫ് ഹി ഈസ് അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് വിച്ച് ഫിക്സസ് ഇറ്റ്സ് റെമ്യൂണറേഷൻ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഒരു ഓഡിറ്ററിനെ ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ആ ഒരു ഓഡിറ്ററിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുക. മൂന്നാമത്തെ, ഇഫ് ഹി ഈസ് അപ്പോയിന്റഡ് ബൈ ദ ഷെയർ ഹോൾഡർ അറ്റ് ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇറ്റ് ഇസ് എ കമ്പനി വിച്ച് വിൽ ഡിറ്റർമൈൻ ഹിസ് റെമ്യൂണറേഷൻ. ഇപ്പോൾ ആ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തത് ആ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അത് ആനുവൽ ജനറൽ മീറ്റിംഗിലാണെങ്കിൽ ആ ഒരു കമ്പനി ആയിരിക്കും ആ റെമ്യൂണറേഷൻ എത്രയാണെന്ന് തീരുമാനിക്കുക. In the case of retiring auditor who is reappointed as an auditor in general meeting, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പനിയിലെ ഓഡിറ്റിംഗ് ടൈം പീരീഡ് കഴിഞ്ഞ് റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, പക്ഷേ ആ ടൈമിൽ തന്നെ അദ്ദേഹത്തെ റീഅപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ the amount fixed for the previous year is considered as a remuneration for the current year. അപ്പോൾ എന്താണ്? അപ്പോൾ ആ ഒരു ഓഡിറ്ററിന് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ എന്തോരം എമൗണ്ട് ആണ് കൊടുത്തത് അതേ എമൗണ്ട് അതേ റെമ്യൂണറേഷൻ തന്നെയായിരിക്കും ഈ ഒരു കറണ്ട് ഇയറിലും കൊടുക്കുക. അൺലെസ് എ റെസൊല്യൂഷൻ ഇസ് പാസ് ഫോർ റീഫിക്സിംഗ് ഹിസ് റെമ്യൂണറേഷൻ. അൺലെസ് എന്താണ്? ഒരു റെസൊല്യൂഷനും പാസ് ചെയ്തിട്ടില്ല, ഒരു അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ റീഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞ റെസൊല്യൂഷൻ ഒന്നും പാസ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് പ്രീവിയസ് ഇയർ കൊടുത്ത അതേ റെമ്യൂണറേഷൻ ഈ കറണ്ട് ഇയറിലും കൊടുക്കുക. നെക്സ്റ്റ് ആണ്, ഹൗ ക്യാൻ അൻ ഓഡിറ്റർ ബി റിമൂവ്ഡ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഓഡിറ്ററെ റിമൂവ് ചെയ്യുക അത് നോക്കാം. ആൻ ഓഡിറ്റർ മേ ബി റിമൂവ്ഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ ടേം ഫോർ വിച്ച് ഹി ഹാസ് ബിൻ അപ്പോയിന്റഡ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തത് 1 ഇയറിലേക്കാണെങ്കിൽ എന്നാൽ ആ ഒരു പീരീഡ് എക്സ്പയർ ആണ് മുമ്പ് തന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓഡിറ്ററിനെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ്,
എ കമ്പനി ഷാൽ പാസ് ബോർഡ് റെസൊല്യൂഷൻ ഓഫ് റിമൂവൽ ഓഫ് ദ ഓഡിറ്റർ ബിഫോർ എക്സ്പയറി ഓഫ് ഹിസ് ടേം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യും. എന്തിനു വേണ്ടി, ആ ഒരു ഓഡിറ്ററിനെ തൻ്റെ ആ ഒരു ടൈം പീരീഡ് തീരുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്, കമ്പനി ഷാൽ വിത്തിൻ 30 days ഓഫ് പാസിംഗ് എ ബോർഡ് റെസൊല്യൂഷൻ apply to the central government in the prescribed form along with prescribed fees seeking approval for removal of the auditor. കമ്പനി വിത്തിൻ 30 days ഈ ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്ത് 30 daysനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഈ കാര്യം അറിയിക്കണം. ഇന്ന പ്രിസ്ക്രൈബ് ഫോം അതുപോലെ തന്നെ പ്രിസ്ക്രൈബ് ഫീസിലൂടെ തന്നെയാണ് അറിയിക്കാൻ വേണ്ടി. എന്ത് വേണ്ടിയാണ്, അപ്രൂവൽ കിട്ടാൻ വേണ്ടി. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവലിന് മാത്രം നമുക്ക് എന്ത് പറ്റുള്ളൂ, ഓഡിറ്ററിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, ഓൺ അപ്രൂവൽ ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ദ കമ്പനി ഷാൽ ബി റിക്വയർഡ് ടു ഫയൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വിത്തിൻ 60 days. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യണം, 60 ദിവസത്തിനുള്ളിൽ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിരിക്കണം. ലാസ്റ്റ് വൺ, റിട്ടേണിംഗ് ഓഡിറ്റർ ഷാൽ ബി ഗീവൺ ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് ബിഫോർ ടേക്കിംഗ് ആക്ഷൻ. അപ്പോൾ ഏത് ആക്ഷൻ എടുക്കണ മുമ്പും ആ ഒരു റിട്ടയറിംഗ് ഓഡിറ്റർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിടാൻ പോണ ഓഡിറ്ററിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എന്താണ് പ്രശ്നമെന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ടൈം കൊടുത്തിരിക്കണം. ഇതൊക്കെയാണ് അപ്പോൾ ഒരു ഓഡിറ്ററിനെ റിമൂവ് ചെയ്യുമ്പോൾ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രൊസീജിയേഴ്സ് ഫോർ റിമൂവൽ ഓഫ് എ ഓഡിറ്റർ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് എൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർ ഉണ്ടാവുന്ന റൈറ്റ്സും പവറും എന്തെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് റൈറ്റ് ടു ആക്സസ് ടു ബുക്സ് ആൻഡ് അക്കൗണ്ട്. ഒരു കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ഓഡിറ്ററിന് ആ ഒരു കമ്പനിയിലെ എല്ലാ ബുക്സും എല്ലാ അക്കൗണ്ട്സും ചെക്ക് ചെയ്യാനുള്ള ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, റൈറ്റ് ടു കോൾ ഫോർ ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ഇപ്പോൾ ഓഡിറ്ററിന് തോന്നാണ് തൻ്റെ ഡ്യൂട്ടി പെർഫോം ചെയ്യണമെങ്കിൽ ചില ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷനും വേണം തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് കമ്പനിയുടെ ഏത് ഓഫീസറെ വിളിച്ചും ഇൻഫോർമേഷൻസ് സീക്ക് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ആയിട്ട് അതാണ് റൈറ്റ് ടു കോൾ ഫോർ ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. മൂന്നാമത്തെ, റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചസ്. നമ്മുടെ കമ്പനി ഓഡിറ്ററിന് ആ ഒരു കമ്പനിക്ക് ഏതെങ്കിലും സബ്സിഡിയറി കമ്പനിയോ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്പനീസ് ഒക്കെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ച് അക്കൗണ്ട് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇൻ കേസ് ഒരു ബാങ്കിങ് കമ്പനിക്ക് ഒരു ഫോറിൻ ബ്രാഞ്ച് ഉള്ളതെങ്കിൽ ആ ഒരു ഓഡിറ്ററിന് ആ ഒരു ബ്രാഞ്ചിൽ പോയി വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പകരം ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ മെയിൻ ഓഫീസിലേക്ക് വരുന്ന റിട്ടേൺസ് എല്ലാം ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്ററിന് ഉണ്ടായിരിക്കും. അതാണ് റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ റൈറ്റാണ് റൈറ്റ് ടു റിസീവ് നോട്ടീസ്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഏതെങ്കിലും ജനറൽ മീറ്റിംഗ് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി മെമ്പേഴ്സിന് എല്ലാവർക്കും അത് അറിയിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓഡിറ്ററിനും ആ ഒരു നോട്ടീസും അല്ലെങ്കിൽ അതർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ജനറൽ മീറ്റിംഗിലെ എല്ലാ കാര്യങ്ങളും ഓഡിറ്ററും അറിഞ്ഞിരിക്കണം. അതറിയാനുള്ള റൈറ്റ് ഓഡിറ്ററിനുണ്ട്. നെക്സ്റ്റ് ആണ് റൈറ്റ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. എല്ലാ മെമ്പേഴ്സിനെയും പോലെ തന്നെ ആ ഒരു കമ്പനിയിലെ ഓഡിറ്ററിന് എന്തുണ്ട്, ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് ആണ് റൈറ്റ് ടു കറക്റ്റ് എനി റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ എന്താണ് കൃത്യമായിട്ട് ഓഡിറ്ററിലേക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തെത്തിക്കേണ്ടത് നമ്മുടെ ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ ഓഡിറ്ററിന്റെ കയ്യിലേക്ക് ആ ഒരു അക്കൗണ്ട്സ് ഒക്കെ എത്തുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആക്കേണ്ട റൈറ്റ് ഓഡിറ്ററിൻ്റെതാണ്. നെക്സ്റ്റ് ആണ് റൈറ്റ് ടു സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. എന്താണ് നമ്മുടെ ഓഡിറ്ററിനാണ് ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യാനുള്ള റൈറ്റ്, ഫുൾ റൈറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് മാത്രമല്ല, ലോ പറയാണ് കമ്പനിയുടെ ഇന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഓഡിറ്റർ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം സൈൻ ചെയ്യാൻ റൈറ്റ് നമ്മുടെ ഓഡിറ്ററിന് ഉണ്ട്. നെക്സ്റ്റ് ആണ് റൈറ്റ് ടു ടേക്ക് ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്. ഇൻ കേസ് ഓഡിറ്ററിന് എന്തെങ്കിലും ടെക്നിക്കൽ ലീഗൽ ഒപ്പീനിയൻ എക്സ്പേർട്സിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് നടത്താൻ വേണ്ടി ഏതൊരു ഒപ്പീനിയൻ ആവശ്യമാണെങ്കിൽ ആ ഒപ്പീനിയൻ കിട്ടാനുള്ള റൈറ്റും അദ്ദേഹത്തിനുണ്ട്. റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. താൻ ചെയ്യുന്ന വർക്കിന് അതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടാനുള്ള റൈറ്റ് എന്ത് ഓഡിറ്ററിനുണ്ട്. റൈറ്റ് ടു റെഫ്യൂസ്. റൈറ്റ് ടു റെഫ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഒരു ഓഡിറ്ററിന് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസ് എല്ലാ ബുക്സും കിട്ടിയാൽ മാത്രം, ബുക്ക് ഓഫ് അക്കൗണ്ട്സും കാര്യം കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഓഡിറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എല്ലാ ഇൻഫോർമേഷൻസും മാനേജ്മെന്റ് കൃത്യമായിട്ട് എത്തിക്കുന്നവരെ ഓഡിറ്റ് വർക്ക് പെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ ഓഡിറ്ററിനുണ്ട്. സോ അതെല്ലാമായിരുന്നു ഒരു ഓഡിറ്ററിന്റെ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ. എന്തെല്ലാമാണ് ഒരു ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് എന്നാണ്. മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ 4 കാറ്റഗറി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, എന്താണ് കമ്പനി ആക്ട് തന്നിരിക്കുന്ന കുറേ ഡ്യൂട്ടീസ് ഓഡിറ്ററിനുണ്ട്. രണ്ടാമത്തെ കോൺട്രാക്ച്വൽ ഡ്യൂട്ടി. ഇപ്പോൾ ഓഡിറ്റർ ആ ഒരു കമ്പനിയായിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെടും, എന്നിട്ടായിരിക്കും നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം ആ ഡ്യൂട്ടീസ് എല്ലാം എന്ത് ചെയ്യണം നമ്മുടെ ഓഡിറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതാണ് കോൺട്രാക്ച്വൽ ഡ്യൂട്ടീസ്. മൂന്നാമത് നമ്മുടെ കോർട്ട് ഡിസിഷൻ അല്ലെങ്കിൽ ലീഗൽ ഡിസിഷൻ വഴി കുറേ ഡ്യൂട്ടീസ് ഓഡിറ്റർ ഓർത്തുണ്ടാവും. ആ ഡ്യൂട്ടീസ് എല്ലാം കൃത്യം നടക്കണം. ലാസ്റ്റ് വൺ ആണ് ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. ഒരു പ്രൊഫഷനിൽ നിന്ന് വരുന്ന കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, അതും അതുപോലെ തന്നെ
ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആണ്. നോക്കാം എന്താണ്. Statutory duties refers to the duties imposed by the statute, that is the Company Act. Company Act impose ചെയ്തിട്ടുള്ള duties ആണ് statutory duties എന്ന് പറഞ്ഞിട്ടുള്ളത്. It may be noted that statutory duties of an auditor cannot be restricted either by the article of association of the company or by any resolution of the member of a company or by the director of the company. മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആർക്കും റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കില്ല. ഓഡിറ്ററിന് ആ റൈറ്റ് കൊടുത്തേക്കുന്നത് കമ്പനി ആയിട്ടാണ്. അതൊരു കമ്പനിയുടെ AOA ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനോ അല്ലെങ്കിൽ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഒരു ഡയറക്ടേഴ്സിനോ ഒന്നും അത് റെസ്ട്രിക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇനി എന്തൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിനുള്ളിൽ വരുന്നത്? ഒന്നാമത്തേണ് ഡ്യൂട്ടി ടു മേക്ക് റിപ്പോർട്ട്. കമ്പനി ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ് എന്ത്, ആ ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് എല്ലാം എക്സാമിൻ ചെയ്തിട്ട് ഒരു ഓഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഓഡ് റിപ്പോർട്ട് എന്ത് ബേസിൽ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ ആ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ആക്യുറസി അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓഡ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെമ്പേഴ്സിലേക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ മെമ്പേഴ്സിന് ബോധ്യം വരണം ഡയറക്ടേഴ്സ് പ്രോപ്പർലി തന്നെയാണോ, കറക്റ്റായിട്ട് തന്നെയാണോ അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്. മെമ്പേഴ്സിന് ഉറപ്പ് വരാൻ വേണ്ടി എന്ത് ചെയ്യണം, ഓഡ് റിപ്പോർട്ട് നമ്മുടെ ഓഡിറ്റർ പ്രിപ്പയർ ചെയ്ത് ഇരിക്കണം. നെക്സ്റ്റ് ആണ് ഡ്യൂട്ടി ടു എൻക്വയർ. വൺ ഓഫ് ദ പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി, ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. വൺ ഓഫ് ദ ഓഡിറ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഇസ് ടു മേക്ക് എൻക്വയറീസ് ആസ് ആൻഡ് വെൻ ഹി ഫൈൻഡ് ഇറ്റ് നെസസറി. അപ്പോൾ ഓഡിറ്ററിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് കൃത്യമായിട്ടുള്ള എൻക്വയറീസ് നടത്തുക. ഫോർ എക്സാമ്പിൾ, വെദർ എനി പേഴ്സണൽ എക്സ്പെൻസസ് ആർ ചാർജ് ഇൻ ദ റവന്യൂ അക്കൗണ്ട്. എന്താണ്, ആ ഒരു കമ്പനി റവന്യൂ അക്കൗണ്ടിൽ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പെൻസും ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള എൻക്വയറീസ് ഒക്കെ നടത്താനുള്ള ഡ്യൂട്ടി ആരുടെയാണ്, ഈ ഒരു ഓഡിറ്ററിൻ്റെയാണ്. നെക്സ്റ്റ് ആണ് ഡ്യൂട്ടി ടു ഫോളോ കമ്പനി റിപ്പോർട്ട് ഓർഡർ. കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ ഫോളോ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഓഡിറ്റിംഗ് ഡ്യൂട്ടിയാണ്. ഇത് വന്നത് നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് 2003 ഇത് പാസ്സാക്കിയത് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് കമ്പനി ആക്ട് 1956. അക്കോർഡിംഗ് ടു ദിസ് എന്താണ്, അപ്പോൾ ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കാണിച്ചിരിക്കണം. ഈ ഒരു എന്താണ് കമ്പനി ഓഡിറ്റർ റിപ്പോർട്ട് ഓർഡറിൽ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ, ചില മാറ്റേഴ്സും കൂടിയും ആ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. അത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്, അത് ഫോളോ ചെയ്തിരിക്കണം. ഇനി വേറെ ഏതൊക്കെയാണ് അതർ ഡ്യൂട്ടീസ് നോക്കാം. അണ്ടർ ദ കമ്പനീസ് ആക്ട് ഒന്നാമത്തെ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്തിരിക്കണം. രണ്ടാമത്തത് എന്തെങ്കിലും പ്രോസ്പെക്ടസിൽ അക്കൗണ്ടിങ് പാർട്സ് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിങ് പാർട്സ് എല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. അടുത്തെന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും ഇൻസ്പെക്ടറിനെ എന്തെങ്കിലും കാര്യത്തിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ കമ്പനി അഫേഴ്സൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്പെക്ടറെ അസിസ്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ഓഡിറ്ററിനുണ്ട്.